നമസ്കാരം. ഞാൻ ജോൺസൺ മാമൂട്. ഞാനൊരു ചെറിയ കലാകാരനാണ്. വലിയ ആർട്ടിസ്റ്റൊന്നുമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നത്. ഞാൻ ചെറിയ സീരിയലുകളിലും ചില സിനിമകളിലും കൂടുതലായി ഞാൻ പ്രവർത്തിക്കുന്ന നാടകത്തിലാണ്. ഈ സിനിമാ ജീവിതത്തിലേക്ക് ഞാൻ വരാനുണ്ടായ കാരണം എൻ്റെ സമീപവാസിയായ എൻ്റെ സ്ഥലവാസിയായ ശ്രീ ജോക്കുട്ടൻ, വർണ്ണപ്പകിട്ടിൻ്റെ പ്രൊഡ്യൂസർ ജോക്കുട്ടനാണ് എന്നെ സിനിമയിലേക്ക് നയിക്കുന്നത്. അതേ ജോക്കുട്ടൻ തന്നെയാണ് ഈ വർണ്ണപ്പകിട്ടിൻ്റെ പ്രൊഡ്യൂസറായ ജോക്കുട്ടൻ തന്നെയാണ് പ്രശസ്ത സംവിധായകനും നടനുമായ ജോണി ആൻ്റണിയെയും സിനിമയിലേക്ക് കൊണ്ടിരുന്നത്. സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ശ്രീ ജോക്കുട്ടൻ നിർമ്മിച്ച വർണ്ണപ്പകിട്ട് എന്ന സിനിമയിലൂടെയാണ്. ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് സിംഗപ്പൂരിലാണ്. വർണ്ണപ്പകിട്ടിലാണല്ലോ എൻ്റെ സിനിമയുടെ തുടക്കം ആരംഭിച്ചത്. അതേപ്പറ്റി ഞാൻ പിന്നീട് പറയാം. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വേറൊരു കാര്യമാണ്. ഇന്ന് പഴയ സിനിമകളുടെ റീമേക്ക് കാലമാണ്. ഇന്ന് എല്ലാവരും പഴയ സിനിമകൾ കാണാൻ വീണ്ടും ഇഷ്ടപ്പെടുന്നു. തിയേറ്ററിൽ ആവശ്യത്തോടെ എല്ലാവരും കയറുകയാണ്. കാരണം ആ സിനിമകൾക്ക് നല്ലൊരു കഥയുണ്ട്, നല്ല പാട്ടുകളുണ്ട്, നല്ല അഭിനയമുണ്ട്. അതിലുപരി അതിൻ്റെ സംവിധായകരുടെ കഴിവുകളാണ് ആ സിനിമയെ മുന്നോട്ട് നയിച്ചത്. എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു സിനിമയുണ്ട്. എൻ്റെ മനസ്സിൽ തന്നെയല്ല, അക്കാലത്ത് എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ പതിഞ്ഞ സിനിമയാണത്. ഒരു സിനിമ കണ്ടിട്ട് ജനങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അതവരുടെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ആകാശദൂത് എന്ന സിനിമ. കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് ആകാശദൂത്. കണ്ണുനീരോടുകൂടിയ ഇന്നും ഈ സിനിമയെ നമുക്ക് കാണാനും അത് തിയേറ്ററിൽ വന്നാൽ തന്നെയും ഇപ്പോഴും അത് കണ്ണുനീരണിയിക്കും ജനങ്ങളെ എന്നുള്ളതൊന്നുമില്ല. ഇന്നത്തെ തലമുറയ്ക്കും ഈ സിനിമ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. അവരും ഇത് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് വീണ്ടും റിലീസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിബി മലയിൽ സംവിധാനം ചെയ്ത് 1993 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ആകാശദൂത്. ഡെന്നീസ് ജോസഫ് ആയിരുന്നു തിരക്കഥ ഒരുക്കിയത്. 1993 ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ഈ സിനിമ നേടി. മുരളി, മാധവി എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. കൂടാതെ ജഗതി ശ്രീകുമാർ, നെടുമുടി വേണു, NF വർഗീസ്, ബിന്ദു പണിക്കർ തുടങ്ങിയവരും അഭിനയിച്ചിരുന്നു. 1983 അമേരിക്കൻ ചിത്രമായ വിൽ ലവ് മൈ ചിൽഡ്രൻ ചില മാറ്റങ്ങളോടെ മലയാളത്തിൽ ആവിഷ്കരിക്കുകയായിരുന്നു.